ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഞങ്ങൾ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ വെല്ലുള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ അതിന് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് ഷാജീരയാണ് കേട്ടോ. ഷാജീര ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷാജീരയുടെ റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജീര എന്ന് പറയുമ്പോൾ ഒരു തോണിയുടെ ഷേപ്പാണ് കേട്ടോ. അതിന് നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞറിയില്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കറാമ്പട്ട, അതുപോലെ തന്നെ കറാമ്പൂവ്, പിന്നെ ഏലക്കായ കേട്ടോ വേണ്ടത്. അപ്പോൾ എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ചെമ്പട്ടിയിലേക്ക് ആദ്യം പിന്നെ എണ്ണ പറഞ്ഞതിന് ശേഷം പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇതിൽ തന്നെ അരച്ച് കൂട്ടിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെല്ലുള്ളി ഇടുകയാണ് കേട്ടോ ചെയ്യുക. വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ അമ്മയാണ് കേട്ടോ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കാഴ്ചക്കാരാണ് കേട്ടോ. കാഴ്ചക്കാരാണ് മീൻസ് ഇമ്മാക്ക് ഒരു തൃപ്പതി ഇമ്മ ഉണ്ടാക്കിയാലാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിക്ക് വണ്ണം കൂടി, അല്ലെങ്കിൽ ഇനി വണ്ണത്തിൽ അരിയാൻ പറഞ്ഞാൽ ഉള്ളി വണ്ണം കുറഞ്ഞു, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മളതിലേക്ക് ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം പിന്നെ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. രണ്ടും നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് കിട്ടുക. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഷാജീര, അതേപോലെ തന്നെ പട്ട, കറാമ്പൂവ് എല്ലാതും നമ്മളിത് വാട്ടിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടതാണ് ശരിക്ക്. പക്ഷേ വർത്തമാനത്തിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന തിരക്കിൽ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ക്രമം ഒന്ന് മാറിപ്പോയി എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് കുറച്ച് അധികം യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. നിങ്ങൾക്ക് അല്ലാണ്ട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറവാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഒരുവിധം എല്ലാ ഫുഡിലും കുറച്ച് അധികമായിട്ട് യൂസ് ചെയ്യും. എൻ്റെ ഉപ്പാക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഉപ്പ നാട്ടിൽ പോയിക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഇങ്ങനെയുള്ള റൈസൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ ആൾ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. പിന്നെ അത് വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ച വെള്ളമാണ് ഇതിലേക്ക് അളന്നിട്ട് നമ്മൾ പാർന്നു കൊടുക്കുന്നത്. കാരണം ഞാൻ ബിരിയാണി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി അരിക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അതിന് 2 ഗ്ലാസ് വെള്ളം കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവും കൂടി നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് കറക്റ്റാക്കിയിട്ട് പാർന്നു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ചെടുത്തതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം, നല്ല തിളച്ച് കഴിഞ്ഞിട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത അടിപൊളിയായിട്ട് കിട്ടും. ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അരി ഉടയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും മന്തി അതുപോലെ തന്നെ ബിരിയാണിയൊക്കെയാണ് കേട്ടോ കഴിച്ചിരുന്നത്. ഇത് ഞങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞതാണ്. അവർക്ക് അവിടെ ചെന്ന സമയത്ത് അവരിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ. എനിക്ക് പൊതുവേ ബിരിയാണി അതുപോലെ നിറമുള്ള, അതായത് കുറച്ച് ചുവപ്പ് കളറൊക്കെ ഉള്ളൊരു ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഈ നിറം കുറവുള്ളത് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് കഴിച്ച സമയത്ത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടാൽ ചിലപ്പോൾ ആ പറഞ്ഞ ആൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും അവരുണ്ടാക്കി തന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ. നമ്മൾ വരിയിട്ടതിന് ശേഷം ഈ ഒരു രൂപത്തിൽ ഒരുപാട് മസാലകളൊക്കെ ഉണ്ടാവും കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളായിരിക്കും. പിന്നെ അത് നന്നായിട്ട് തിളപ്പിച്ച് നമ്മളത് ഇളക്കിയിട്ട്, അതായത് ലോ ഫ്ലെയിമിലല്ല, ഫുൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് അതിനെ ഇളക്കിയിട്ട് വറ്റിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ പ്രധാനപ്പെട്ടത് പാർന്നിട്ട് ദമ്മിട്ട് വെക്കുക. പ്രധാനപ്പെട്ടതെന്ന് പറയാൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് തൈരാണ് കേട്ടോ. ദമ്മിടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇത് വെള്ളം വറ്റിക്കണം കേട്ടോ. ഫുള്ള് വെള്ളം വറ്റിച്ചതിന് ശേഷം അരീനയൊക്കെ ഒപ്പം റെഡിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് പിന്നെ പാർന്നു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് പാർന്നു കൊടുത്തിട്ടാണ് നമ്മൾ ദമ്മിട്ട് വെക്കുന്നത്. നമ്മൾ അടച്ച് വെച്ച് നമ്മളെല്ലാതും വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം. എന്നിട്ട് നമ്മളിതാ തൈര് പാർന്ന് കൊടുത്തിട്ട് അത് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ദമ്മിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ അടുപ്പത്തല്ല ഗ്യാസിലാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചെമ്പ് കയറ്റി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ദമ്മിടുന്നത്. അപ്പോൾ നിങ്ങൾ അടുപ്പത്താണെങ്കിൽ കനലൊക്കെ കോരിയിട്ട് നിങ്ങൾ മുകളിൽ ഇട്ടാൽ മതി.
അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാവും കേട്ടോ. തൈര് പാർന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പുളിയോ ഒന്നുമില്ല കേട്ടോ ഈ റൈസിന്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എപ്പോഴും മന്തി അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ മതിയോ, ഇടയ്ക്കൊന്നൊന്ന് മാറിയിട്ട് ഒന്ന് കഴിക്കണ്ടേ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സാലഡാണ് കേട്ടോ. നമ്മൾ ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ നോർമൽ സാലഡാണ് കേട്ടോ, അല്ലാതെ വെറും തൈരല്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ പറയുമല്ലോ നെയ്ച്ചോർക്ക് സുർക്കയാണ് ടേസ്റ്റ്, അതുപോലെ തന്നെ ബിരിയാണിക്ക് സാലഡാണെന്ന്, അതുപോലെ ഇതിക്ക് സാലഡാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. ഇത് ഞങ്ങൾ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള വെള്ള കളറ് ഇറച്ചി കുട്ടികൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.